നമസ്കാരം. സായിബ്രോ ആണ്. ഈ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പട്ടാമ്പിക്കടുത്ത് കള്ളാടിപ്പറ്റ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പാറയിൽ ശ്രീ നരസിംഹ സ്വാമി ക്ഷേത്രം. കഴിഞ്ഞ വർഷം നമ്മൾ അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച്. അപ്പോൾ ഈ വർഷവും അവിടുത്തെ 25ാമത്തെ പ്രതിഷ്ഠാദിന വാർഷികമാണ്. അപ്പോൾ ഞാൻ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവിടെ പുതുതായിട്ടൊരു കാര്യം കൂടി ഈ ഒരു വാർഷികത്തിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു എന്താ പറയുക, ക്ഷേത്രത്തിൽ വീണ്ടും ഒരു വർഷത്തിന് ശേഷം വീണ്ടും പോവുകയാണ്. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഒരു ഫീലെന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേക മനോഭാവം തന്നെയാണ്. പല ക്ഷേത്രങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ വിഘടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം, ഒരു ഗ്രൂപ്പ് അപ്പുറത്ത് ഇപ്പുറത്ത്. പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് ഒരു എന്ത് പ്രവൃത്തിയാണോ അതിനെ അത്രയും ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെല്ലാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ ഈ അവിടെ പുതുതായിട്ട് അവർ ഒരു പൊങ്കാല മഹോത്സവം കൂടി ആരംഭിക്കുകയാണ് ഈ വർഷം. ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 25ാമത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൊങ്കാല മഹോത്സവം കൂടി. കാരണം അവിടെ നരസിംഹ സ്വാമി ക്ഷേത്രമാണ്, അതിനോട് തൊട്ട് തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രം കൂടി ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിനാണ് ഈ ഒരു പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് അവിടുത്തെ, ഞാൻ പറഞ്ഞുവല്ലോ, അവിടുത്തെ ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത് വിഘടിച്ച് നിൽക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഗ്രാമത്തിലെ 2-3 ഗ്രാമങ്ങളിലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു 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 എന്താ പറയുക, ഉത്സവത്തിന് വളരെയധികം നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. ആ ഒരു ഫീലാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടുവരാം. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് എത്തി നിൽക്കുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തുള്ള കള്ളാടിപ്പറ്റ എന്ന ഗ്രാമത്തിലെ പാറയിൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. പട്ടാമ്പിയിൽ നിന്ന് ചെറുപ്പുളശ്ശേരി റോഡിലൂടെയും ഷൊർണൂർ റോഡിലൂടെയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം എന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാലം എത്ര പരിഷ്കൃതമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും മലബാറിലെ ഈ പട്ടാമ്പിയിലും ഒറ്റപ്പാലവും ഒക്കെയുള്ള ആളുകൾ അവരുടെ സംസ്കാരത്തെയും ആചാരത്തെയും ഒക്കെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം പരിപാലിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് എനിക്ക് മുന്നിലുള്ള ഈ കാഴ്ചകൾ. തികച്ചും പോസിറ്റീവായിട്ട് തന്നെ പറയട്ടെ, ഈ ക്ഷേത്രത്തിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ആ ഒരു പോസിറ്റീവ് വൈബ് വന്ന് നിറയാണ്. കൂട്ടായ്മ എന്ന വാക്കിന് ഏറ്റവും പ്രാധാന്യമുള്ള ഈ കലിയുഗത്തിൽ ഒരേ മനസ്സോടെ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളെയാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പൊങ്കാല എന്നത് ഇപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ പൊങ്കാല എന്ന വാക്ക് കേൾക്കുന്നത് ആറ്റുകാൽ പൊങ്കാല എന്ന ആ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിലാണ്. വർഷം തോറും നടത്തി വരാറുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും വളരെയധികം ആളുകൾ എത്തിച്ചേരുന്നു. ആ ഒരു ക്ഷേത്രത്തിന് പരിസരത്തായി അവർ പൊങ്കാല അടുപ്പുകൾ കൂട്ടി ദേവിക്ക് നിവേദ്യം നൽകുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു വർഷത്തിൽ വളരെയധികം ആളുകളുടെ കൂട്ടം ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവർ ആഘോഷിക്കുകയാണ്. ദേവിക്ക് വേണ്ടി അവരുടെ സമർപ്പണമാണ് ആ ഒരു ആറ്റുകാൽ പൊങ്കാല എന്നത്. അതിനോട് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൊങ്കാല ആചരിക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക രീതി
ആറ്റുകാൽ പൊങ്കാലയുടെ ചുവട് പിടിച്ചു തന്നെയാണ് ഇത്തരം ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും പൊങ്കാല എന്ന ആ ഒരു ഉത്സവത്തിന് തിരികൊളുത്തുന്നത്. പൊങ്കാല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തിളച്ചുമറിയുക എന്നതാണ്. തമിഴ് വാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. തിളച്ചുമറിയുക എന്നതാണ് ഈ ഒരു പൊങ്കാല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നതാണ് പറയപ്പെടുന്നത്. ഇനി ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആറ്റുകാൽ പൊങ്കാല ഉത്സവം സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന നിലയിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക പൊങ്കാല ഉത്സവം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡിൽ റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിലാണ് പൊങ്കാല അവിടെ ആഘോഷിക്കപ്പെടുന്നത്. 2.5 ദശലക്ഷത്തിലധികം സ്ത്രീകൾ പൊങ്കാല ചടങ്ങിനെത്താൻ എത്തുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ സെലിബ്രിറ്റികളും അല്ലാത്തവരും ഏതൊരാളുകളും അവിടെ ഒത്തുചേരുമ്പോൾ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ, ആ ഒരു സമർപ്പണം, ഇതിനൊക്കെ ആണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് ശ്രീപാറയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുകയാണ്. അപ്പോൾ 25ാം വാർഷികമാണ്, പ്രതിഷ്ഠാദിന ഉത്സവമാണ്. അപ്പം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കണം. സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പം അത് ദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. രാവിലെ അഷ്ടദൈവ മഹാഗണപതിയും കഴിഞ്ഞു. ഇനിയിപ്പോ പൊങ്കാല നടത്താനുള്ള ഇതിലാണ്, തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞ് അതിനൊപ്പം ഗുരുതി നടക്കും. എല്ലാവരും പൊങ്കാലയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയത്തിനകം അത് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നതായിരിക്കും. അതിന് നമ്മളെ പ്രകൃതി കൂടി അനുഗ്രഹിക്കട്ടെ. ഈ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഈ ഭാഗത്തൊക്കെ നമ്മുടെ പ്രകൃതി ഇടയ്ക്കൊന്ന് കനിഞ്ഞ് ഈ വേനൽ ചൂടിൽ നിന്ന് രക്ഷ എന്ന നിലയ്ക്ക് ഇടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ അതൊരു ഭയമായിട്ട് അവരുടെ ഉള്ളിലുണ്ട്. അതാണ് അവർ പ്രകൃതിയെ നമുക്ക് അത്തരത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ആളുകളെല്ലാവരും അവരുടേതായ ഒരു ദേവിക്കുള്ള പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ ആ ഒരു മനസ്സിൽ നിന്നുള്ള ആ ഒരു സ്നേഹത്തിനോടോ ആ ഭക്തിയോടോ കൊണ്ട് ഇവിടെ അടുപ്പുകൾ കൂട്ടി അതിലേക്ക് ഉള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടല്ല. എന്ത് തോന്നുന്നു ആദ്യമായിട്ട്? എന്താ നല്ല കാര്യങ്ങളല്ലേ, അപ്പൊ നമുക്ക് നല്ലൊരു കാര്യങ്ങളായി വരട്ടെ. ഇത്തരത്തിൽ ആദ്യമായി പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന ആളുകളെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ച് പോകുമ്പോൾ 1000-ലധികം വർഷങ്ങൾക്ക് മുൻപാണ് പൊങ്കാല എന്ന് പറയുന്ന ഇതിന് ആദ്യം പുതിയീട് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് പൊങ്കാലയായി മാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുതിയീട് കൊല്ലത്തിൽ ആദ്യത്തെ വിളവെടുപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചടങ്ങായിട്ടായിരുന്നു അന്ന് മധ്യകാലത്ത് ചോള ഭരണകാലത്തിൻ്റെ അവരുടെ മധ്യകാലത്താണ് ഈ ഒരു ആചാരരീതി നിലവിൽ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്ത് ഉത്സവമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പൊങ്കാല എന്ന് പറയപ്പെടുന്നത്. ഈ പൊങ്കാല എന്ന് പറയുന്നത് വാക്കിൻ്റെ അർത്ഥം തിളച്ചുമറിയുക എന്നതാണ്. അതുപോലെ തന്നെ മനമുരുകി പ്രാർത്ഥിക്കുന്ന മംഗമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല എന്നതാണ് ഒരു സത്യം. മലര്, ശർക്കര, പുഷ്പങ്ങൾ, പഴം, അരി, പൂക്കൾ, കലം, വിറക്. ഇവിടെ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ്? പാറയിൽ ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു വരികയാണ്. ഏപ്രിൽ 3 മുതൽ 5 വരെയാണ് ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു വരുന്നത്. ഏകദേശം ഒരു 6 പതിറ്റാണ്ടുകാലം പൂജാധികാര്യങ്ങൾ മുടങ്ങിക്കിടന്നിരുന്ന ഈ ക്ഷേത്രം നല്ലവരായ നാട്ടുകാരുടെ, ഭക്തജനങ്ങളുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണത്താൽ പുനരുദ്ധാരണം കഴിഞ്ഞ് 25 വർഷം തികയാണ്. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഭഗവതിക്ക് ഞങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നത്. അതിൽ ഏകദേശം 100 ചില്ലം വീട്ടുകാർ അതിൽ പങ്കാളികളായി വളരെ വിജയകരമായ രീതിയിലാണ് നടന്നു വരുന്നത്. ഇനി ഗുരുതി നടക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ ആളുകളുടെയും നല്ലവിധ സഹായ സഹകരണങ്ങളും ഇതിനുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ ഉത്സവവുമായി സഹകരിച്ചു വരുന്ന എല്ലാ ആളുകൾക്കും ഈ സമയത്തിൽ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ആകാശം തെളിഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഒരു സമയങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. ന്യൂജൻ ആയ ആളുകളും
പൊങ്കാല സമർപ്പണത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പൊങ്കാലിടുന്നത്, ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണതും ഓക്കെ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ആഗ്രഹിക്കും. ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണോ? ആ അതെ അതെ. ക്ഷേത്രം തന്ത്രി അദ്ദേഹം വിളക്ക് തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ അടുപ്പിലേക്ക് കത്തിക്കാനുള്ള ഒരു തിരിയും അദ്ദേഹം ഇവിടെ നിന്ന് നൽകുകയാണ്. അതിൽ നിന്നും ദീപം പകർന്നുകൊണ്ട് മറ്റേ ഇടങ്ങളിലേക്കൊക്കെ ആ ഒരു പൊങ്കാലയുടെ അഗ്നി ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. നമസ്കാരം. ഈ അമ്പലത്തിൽ പൊങ്കാല ഇപ്രാവശ്യം ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു അടുത്ത അമ്പലത്തിലൊരു പൊങ്കാല ഇടാന്നുള്ളത്. അതായത് ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെയാണ് കേട്ടറിവുള്ളൂ, ചക്കുളത്തുകാവ് പൊങ്കാല എന്നൊക്കെയാണ് കേട്ടറിവുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട് ആറ്റുകാലിലൊക്കെ. അപ്പോൾ ഇവിടെ ഇത്ര അടുത്ത് വന്നതിൽ ഭയങ്കര സന്തോഷം. അത് സാധിപ്പിച്ചു തന്ന ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം മാതൃസമിതിയുടെയും, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചത്. ഇനിയും ഇതിനേക്കാൾ പൂർവാധികം ഗംഭീരമായിട്ട് എല്ലാ വർഷവും പൊങ്കാലിടാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ദേവിയുടെ അനുഗ്രഹം തേടുകയാണ്. താങ്ക് യു.
ആദ്യത്തെ പൊങ്കാലയാണ്. എല്ലാം നല്ല മംഗളമായി നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. എല്ലാ കൊല്ലം പൊങ്കാല ഇടാൻ സാധിക്കട്ടെ. നമ്മുടെ പാറയിലെ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായിട്ട് 25ാമത്തെ പ്രതിഷ്ഠാദിനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭഗവതിക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ പാറയിൽ പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് എല്ലാവർക്കും. പിന്നീട് എത്രയും ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അത്രയും ഭംഗിയാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹിക്കുന്നത്. അത് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ എത്തി. അമ്മയുടെ അനുഗ്രഹത്തിന് കാത്തു നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾ. പിന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് 25ാമത്തെ പുനഃപ്രതിഷ്ഠാ ദിനമാണ്. അതിൻ്റെ തീർച്ചയായിട്ടും ഭഗവതിയുടെ അടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഇതിന് ഇന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് വന്നിട്ടാണ്. അത്രയും സന്തോഷത്തോടു കൂടി ചെയ്യാണ്. ആരോഗ്യവും ഐശ്വര്യവും എല്ലാ മക്കൾക്കും എല്ലാവർക്കും നല്ല വേണ്ടിയിട്ട് ചെയ്യാണ്. അതിന് വേണ്ടി അർപ്പിക്കുകയാണ് ഈ പൊങ്കാല.
Oh.